ഹലോ, നമുക്കിത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശ ഉണ്ടാക്കിയെടുക്കാനെങ്കിൽ നോക്കിയാൽ നല്ല അടിപൊളി ദോശയാട്ടോ. ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്, കഴിക്കാനാണെങ്കിൽ അതിലേറെ സൂപ്പറായിട്ട് കേട്ടോ. അപ്പം നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് റാഗിപ്പൊടി ഉപയോഗിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ദോശ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ കഴിക്കാത്തവർ വരെ ഇത് കഴിച്ചു പോകും. റാഗിപ്പൊടി ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കുക, അവരെന്തായാലും കഴിക്കോട്ടെ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ 2 മീഡിയം വലുപ്പത്തിലുള്ള സവാള എടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കുക, ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക, 1/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂണോളം ഗരം മസാലയും, 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കൈ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങി വരുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ, അതുവരെ നമുക്ക് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ വന്നു തുടങ്ങി നമുക്ക് മിക്സിങ് നിർത്താം കേട്ടോ. ഇപ്പം നമ്മൾ സവാളയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ആ സവാളയിലെ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ആദ്യം തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പോളം ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 1/2 കപ്പോളം നമ്മളെ റാഗി പൊടി ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ അടിച്ചെടുക്കുന്നതിന് മുമ്പ് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. ഇപ്പം നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഉപ്പൊക്കെ ഇട്ടതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ദോശക്കല്ല് വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ആക്കി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ദോശ പരത്തുന്ന പോലെ തന്നെ നന്നായിട്ട് പരത്തി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളിത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് കൂടുതൽ സവാള ഇഷ്ടമില്ല എന്നാണെങ്കിൽ കുറച്ച് വെച്ചാൽ മതി കേട്ടോ. അല്ല എന്നെപ്പോലെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് അധികം വെച്ചോ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ അതായി കിട്ടുമല്ലോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വീണ്ടും മാവ് എടുത്തിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ റൗണ്ടായിട്ട് തന്നെ മാവ് ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ മാവ് അരച്ചെടുക്കുമ്പോൾ കട്ടി കൂടാണ്ട് നോക്കാം കേട്ടോ. ഈ രീതിക്ക് തന്നെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 1 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് എണ്ണയോ ഓയിലോ ഗീയോ എന്താണെന്ന് വെച്ചാൽ ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒന്നും ആക്കി കൊടുക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഒന്നും ആക്കാതെ കഴിക്കുന്ന കേട്ടോ ടേസ്റ്റ്. അത്രയും നല്ല അടിപൊളി റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് തിരിച്ചിട്ട് ഒരു 2-3 സെക്കൻഡ് മാത്രം മതി കേട്ടോ. അപ്പോൾ തന്നെ ഇത് ഒന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇത് ഒന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് നോക്കാം. ഇത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. മുകൾ ഭാഗമൊക്കെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു മാവിൽ നിന്ന് ഞാൻ 2 ദോശയായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഈ ഒന്ന് കഴിച്ചാൽ മാത്രം മതി. നല്ല വയറ് നിറഞ്ഞ് ഫില്ലായി കിട്ടും കേട്ടോ. അപ്പം നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാനും പറ്റും. നമ്മൾ ഡയറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് നല്ലൊരു റെസിപ്പി കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഹെൽത്തി മാത്രമല്ല കേട്ടോ, നമുക്ക് സമയം കൂടി ഇതിൻ്റെ കൂടെ ലാഭിക്കാനും പറ്റും. നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, നമുക്ക് ഇതിൻ്റെ കൂടെ കറികളൊന്നും ആവശ്യമില്ല. ഇത് അടിപൊളിയായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് മറ്റൊരു പിന്നെ കാണാം. ബൈ, താങ്ക് യു.